ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂഫോറിയ എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ അവസാന എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫ്രാങ്കോനെയാണ് കാണിക്കുന്നത്. അവന് തന്റെ അനിയന്റെ മുഖഭാവത്തിൽ നിന്നും തന്നെ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും വളരെയധികം പേടിച്ചിരിക്കുന്നത് കണ്ടതും ഫ്രാങ്കോ തന്റെ കൂട്ടുകാരന്റെ അടുത്ത് കാര്യം എന്താണെന്ന് തിരക്കുന്നു. കൂട്ടുകാരൻ ഫ്രാങ്കോന്റെ അടുത്തേക്ക് തിരിഞ്ഞ ശേഷം അവന്റെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്ന സമയം ഫ്രാങ്കോയുടെ അനിയൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് കൂട്ടുകാരന്റെ കഴുത്തറുത്ത് കൊല്ലുന്നു. ഇത് കണ്ടതും ഫ്രാങ്കോ അവന്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കാൻ വരുന്നുണ്ടെങ്കിലും ഫ്രാങ്കോയുടെ അനിയൻ വേഗം തന്നെ ഫ്രാങ്കോന്റെ അടുത്ത് വായടച്ചിരിക്കാൻ വേണ്ടി പറയുന്നു. അനിയൻ ഫ്രാങ്കോയുടെ അടുത്ത് അവന്റെ കൂട്ടുകാരൻ ഈ വീട്ടിൽ നിറച്ച് മൈക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തന്റെ ചേട്ടന്റെ അടുത്ത് പറയുന്നു. ഇവരുടെ ഈ സംസാരം നടക്കുന്നതിനിടയിൽ ലെക്സി ഫ്രാങ്കോയ്ക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് നിനക്ക് ഞാൻ ഹാളിലെ ബസ് സീറ്റ് തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കണ്ടതും ഫ്രാങ്കോയ്ക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും തന്റെ കയ്യിൽ നിന്നും പോകുന്നതായി തോന്നുന്നു. അവിടെ കട്ട് ചെയ്ത് നെയ്റ്റ് തന്നെ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ കാസി നേരെ പ്രോഗ്രാം എല്ലാം നടക്കുന്ന സ്റ്റേജിലേക്ക് കയറി വന്ന ശേഷം എല്ലാവരും കേൾക്കെ ലെക്സിയുടെ അടുത്ത് നീ വെറും പേടിത്തൂറിയാണെന്നും നിനക്ക് ഒരു കാര്യം പോലും മര്യാദക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് നീ ഞങ്ങളുടെ എല്ലാം ലൈഫിനെ വെച്ച് കളിയാക്കിക്കൊണ്ട് പ്രോഗ്രാം എല്ലാം ചെയ്യുന്നതെന്ന് സ്റ്റേജിന്റെ പുറത്തിരിക്കുന്ന ആൾക്കാരെല്ലാം കേൾക്കെ വളരെയധികം മോശപ്പെട്ട രീതിയിലെല്ലാം പറയുന്നു. ലക്സിയാണെങ്കിൽ ഒരുവിധം കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ കോൺഫിഡൻസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന സമയം കാസി പബ്ലിക്കായി ഇതെല്ലാം വിളിച്ചു പറഞ്ഞതുകൊണ്ട് ലക്സിക്ക് ഇനി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനുള്ള കോൺഫിഡൻസ് എല്ലാം വളരെയധികം കുറയുന്നു. ഈ കാര്യം ഓഡിയൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന ലക്സിയുടെ അമ്മ നോട്ടീസ് ചെയ്തതും അവർ നേരെ സ്റ്റേജിൽ കയറി വന്ന ശേഷം കാസിയെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും കാസി പോകാൻ വേണ്ടി കൂട്ടാക്കാത്തത് കണ്ടതും മാഡിയും കെയ്റ്റും കൂടി അവർ ഇടപെട്ടില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് നേരെ കാസിയെ പിടിച്ചു മാറ്റാൻ വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നു. മാഡിക്കാണെങ്കിൽ നേരത്തെ തന്നെ തന്റെ കാമുകിനെ അടിച്ചെടുത്തുകൊണ്ട് പോയ ദേഷ്യത്തിൽ കാസിയുടെ അടുത്ത് ചെറിയ ദേഷ്യമെല്ലാം ഉള്ളത് കൊണ്ട് അവൾ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് സ്റ്റേജിൽ വെച്ച് കാസിക്ക് രണ്ടടിയെല്ലാം കൊടുക്കുന്നു. അടി കിട്ടിയതും കാസി നേരെ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടിയതും മാഡിയും കെയ്റ്റും കൂടി അവളെ ഫോളോ ചെയ്ത് ചെല്ലുന്നു. ഈ സമയം ലക്സിക്ക് തന്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അവൾ തന്നെ കൊണ്ട് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലെന്ന് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി സ്റ്റുഡൻസിന്റെ അടുത്തെല്ലാം പറയുന്നു. എന്നാൽ ഈ സമയം ലക്സിയെ നല്ലപോലെ അറിയാവുന്ന റൂബാവട്ടെ ഓഡിയൻസിന്റെ ഇടയിലിരുന്ന് ലക്സി ലക്സി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടി ചാറ്റെല്ലാം ഉയർത്തുന്നു. ഓഡിയൻസും ഇപ്പോൾ സ്റ്റേജിൽ നടന്നതെല്ലാം ഡ്രാമയുടെ ഭാഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് റൂബിന്റെ ചാറ്റിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലക്സിയുടെ പേര് വിളിച്ച് അവൾക്ക് വളരെയധികം സപ്പോർട്ടെല്ലാം അറിയിക്കുന്നു. ഇതെല്ലാം കേട്ടതും തന്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടിരുന്ന ലക്സിക്ക് വീണ്ടും പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനുള്ള ഊർജവുമെല്ലാം കിട്ടുന്നു. അവൾ വേഗം തന്നെ തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ അടുത്തെല്ലാം വേഗം ചെന്ന് കോസ്റ്റ്യൂം എല്ലാം മാറി സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ഫ്രാങ്കോനെയാണ് കാണിക്കുന്നത്. ഫ്രാങ്കോയ്ക്കാണെങ്കിൽ ലക്സിയെ മൊത്ത് സെറ്റായി വരുന്ന സമയം തന്നെ തന്റെ അനിയന്റെ കയ്യിലിരിപ്പ് കാരണം വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെല്ലാം വരുന്നത് കണ്ടതും അവൻ ആ ദേഷ്യത്തിൽ വഴക്കെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ രണ്ടടിയെല്ലാം കൊടുക്കുന്നു. ഫ്രാങ്കോ തന്റെ അനിയന്റെ അടുത്ത് വളരെയധികം ഇമോഷണൽ ആയിക്കൊണ്ട് നിന്റെ എടുത്തുചാട്ടം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും അതുകൊണ്ട് ഇനി നമുക്ക് പോലീസിന്റെ അടുത്ത് സറണ്ടർ ആവാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ലെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ അനിയനാവട്ടെ അതൊന്നും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കാത്തത് കൊണ്ട് അവൻ നേരെ അവരുടെ മുറികളിലെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കെല്ലാം എടുത്തുകൊണ്ട് വന്ന ശേഷം അതുമായി നേരെ ബാത്റൂമിൽ കയറി വാതിലടച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ടതും ഫ്രാങ്കോ വീണ്ടും വീണ്ടും അവന്റെ അടുത്ത് നമുക്ക് മര്യാദയ്ക്ക് സറണ്ടർ ആവാമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അനിയൻ അതൊന്നും കേൾക്കാതെ തോക്കെല്ലാം ലോഡ് ചെയ്ത് ബാത്റൂമിലെ ബാത്ടബിൽ തന്നെ കിടക്കുന്നു. ഇതേ സമയം ഫ്രണ്ട് ഡോറെല്ലാം പൊളിച്ചുകൊണ്ട് പോലീസ് അകത്തേക്ക് വന്നത് ഫ്രാങ്കോ വേഗം തന്നെ ആ ബാത്റൂമിന്റെ മുമ്പിൽ വെച്ച് തന്റെ കൈയെല്ലാം പൊക്കി സറണ്ടർ ആവുകയാണെന്ന് പോലീസുകാരുടെ അടുത്ത് പറയുന്നു. ഈ കാര്യമെല്ലാം ബാത്റൂമിന്റെ അകത്തിരുന്ന് കേട്ട ഫ്രാങ്കോയുടെ അനിയൻ വേഗം തന്നെ തന്റെ കണ്ണെടുത്ത് ബാത്റൂമിന്റെ അകത്തിരുന്നുകൊണ്ട് പോലീസുകാർക്ക് നേരെ ഫയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. പോലീസുകാരാണെങ്കിൽ ഫ്രാങ്കോ ഇവരെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവന്റെ വയറ്റത്തേക്ക് ഫയർ ചെയ്ത് താഴെയിടുന്നു. തന്റെ ചേട്ടൻ പുറത്ത് വെടികൊണ്ട് വീഴുന്ന ശബ്ദം കേട്ടിട്ടും അവൻ തന്റെ തോക്കിലെ ബുള്ളറ്റ് തീരുന്നവരെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
കുറച്ചു കഴിഞ്ഞ് അവൻ വെടിവെപ്പെല്ലാം നിർത്തിയതും പോലീസുകാർ അവൻ സറണ്ടർ ആവുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ആ ബാത്റൂമിന്റെ ഡോറെല്ലാം തുറന്ന് അകത്തേക്ക് കയറാനായി നോക്കുന്നു. എന്നാൽ ഈ സമയം തന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു തോക്കെടുത്ത് അവൻ ആ പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നാൽ അപ്പോഴാണ് അവന് ബാത്റൂമിന്റെ പുറത്ത് ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ടായിരുന്ന കാര്യമല്ല മനസ്സിലാവുന്നത്. അവർ ഒരു പോലീസുകാരനെ കൊന്നതിന്റെ പേരിൽ അവനെ ഷൂട്ട് ചെയ്ത് കൊന്ന ശേഷം ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടേക്ക് ചെയ്ത് തന്റെ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അയാളെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നെയ്റ്റിനെയാണ് കാണിക്കുന്നത്. ഈ സമയം അച്ഛൻ തന്റെ കൂടെ ഒരുപാടധികം ലേഡീസിനെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും എല്ലാം താമസിപ്പിച്ചിരിക്കുന്നത് കണ്ടതും നെയ്റ്റ് തനിക്ക് തന്റെ അച്ഛന്റെ അടുത്ത് കുറച്ച് പ്രൈവറ്റായി സംസാരിക്കാനുണ്ടെന്നും അതുകൊണ്ട് അവരുടെ അടുത്തെല്ലാം കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നു. അവരെല്ലാം അവിടെ നിന്ന് പോയതും നെയ്റ്റ് തന്റെ അച്ഛന്റെ അടുത്ത് നിങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ലെന്നും കൂടാതെ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി തരണമെന്നും കൂടി പറയുന്നു. നെയ്റ്റ് ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ടതും ഒന്നും തന്നെ മനസ്സിലാവാതെ വന്ന അവന്റെ അച്ഛൻ അവന്റെ അടുത്ത് എന്താണ് വിഷയമെന്ന് ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയം പുറത്ത് പോലീസ് വണ്ടിയുടെ ശബ്ദമെല്ലാം കേട്ടതും അച്ഛന്റെ CD കളക്ഷനെല്ലാം താൻ പോലീസിനെ കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഇല്ലീഗൽ ആയതുകൊണ്ട് പോലീസുകാർ നെയ്റ്റിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു. അവിടേക്ക് ചെയ്ത് മൂക്കിൽ നിന്നും ചോരയെല്ലാം ഒലിപ്പിച്ചുകൊണ്ട് സ്കൂളിലെ വാഷ്റൂമിലിരിക്കുന്ന കാസിഡിയാണ് കാണിക്കുന്നത്. ഈ സമയം മാഡി കാസിയുടെ അടുത്ത് താൻ ഈ വർഷം സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവുകയാണെന്നും അടുത്ത വർഷം താൻ പുതിയൊരു നാട്ടിൽ പോയി പുതിയൊരു ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് അവളുടെ വിഷമമെല്ലാം മാറാൻ വേണ്ടി പറയുന്നു. അവിടേക്ക് ചെയ്ത് ലെക്സിയുടെ ഡ്രാമയിൽ റൂബിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗമെല്ലാമാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടതും റൂബിന് താൻ എത്രത്തോളം മോശപ്പെട്ട രീതിയിലൂടെയാണ് കടന്നുപോയത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവിടേക്ക് ചെയ്ത് ഫ്ലാഷ് ബാക്കിൽ കുറച്ചു ദിവസം മുമ്പ് എലൈറ്റിനെ കാണാൻ ചെന്നിരിക്കുന്ന റൂബിനെയാണ് കാണിക്കുന്നത്. റൂബ് എലൈറ്റിന്റെ അടുത്ത് അന്ന് ഈ മരുന്ന് ഉപയോഗിക്കുന്ന കാര്യമെല്ലാം ജോൺസിന്റെ അടുത്ത് പറഞ്ഞതിന് അവനെ വീട്ടിൽ വെച്ച് തല്ലിയതിന് മാപ്പെല്ലാം പറയുന്നു. അവൾ നീ കാരണമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതെന്നും അതിന് താൻ എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് വളരെയധികം ഇമോഷണൽ ആവുന്നു. ഇതെല്ലാം കണ്ടതും എലൈറ്റ് റൂബിന്റെ അടുത്ത് നീ ജൂൾസിന്റെ അടുത്ത് മാപ്പെല്ലാം പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ റൂബ് തനിക്ക് ഇതുവരെ അവളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമായിട്ടില്ലെന്നും എന്നാലും താൻ വൈകാതെ ജൂൾസിനെ ചെന്ന് കാണുമെന്ന് അവന്റെ അടുത്ത് ഉറപ്പിച്ച് പറയുന്നു. അവിടേക്ക് ചെയ്ത് പ്രസന്റിൽ ലക്സിയുടെ ഡ്രാമയെല്ലാം വളരെയധികം സക്സസ് ആയി നടന്നതുകൊണ്ട് തന്നെ അവിടെ വന്ന ആൾക്കാർക്കെല്ലാം ഷോ വളരെയധികം ഇഷ്ടപ്പെടുന്നു. പ്രോഗ്രാം കഴിഞ്ഞതും ഹാളിലെ എല്ലാ ആൾക്കാരും പോയ ശേഷം ജൂൾസ് നേരെ റൂബിന്റെ തൊട്ടടുത്ത് ചെന്നിരിക്കുന്നു. ഈ സമയം റൂബിനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ വളരെയധികം ആൻഷ്യസ് ആവുന്നത് കണ്ടതും ജൂൾസ് റൂബിന്റെ അടുത്ത് തെറ്റ് തന്റെ ഭാഗത്താണെന്നും താൻ ആ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ പറ്റിയെല്ലാം നിന്റെ അമ്മയുടെ അടുത്ത് പറയുന്നതിന് മുമ്പായി നിന്റെ അടുത്ത് ചോദിക്കേണ്ട ബാധ്യത തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് റൂബിന്റെ അടുത്ത് പറയുന്നു. ജൂൾസ് ഇതെല്ലാം പറഞ്ഞിട്ടും റൂബ് ഒന്നും തന്നെ മിണ്ടാതെ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഒരു കിസ്സെല്ലാം കൊടുത്ത ശേഷം ആ ഹാളിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഇതെല്ലാം കണ്ടതും ജൂൾസ് ഒന്നും തന്നെ മനസ്സിലാവാതെ പോലെ ഇരിക്കുന്നു. ഹാളിൽ നിന്നും പുറത്തേക്ക് വന്ന റൂബ് ഒന്ന് ചിരിച്ചുകൊണ്ട് വോയിസ് ഓവറിലൂടെ താൻ ജൂൾസിനെ ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എന്നാൽ തനിക്ക് ഒരു മാസത്തെ ടൈം കൂടി എടുത്ത് മയക്കുമരുന്നിന്റെ എല്ലാം ഉപയോഗത്തിൽ നിന്നും താൻ മൊത്തത്തിൽ പുറത്തു വന്ന ശേഷം ജൂൾസിന്റെ അടുത്ത് നേരിട്ട് എന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന തന്റെ ആഗ്രഹമെല്ലാം പറയുന്നതും കാണിച്ചുകൊണ്ട് യൂഫോറിയയുടെ 2ാമത്തെ സീസന്റെ അവസാനത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിനായി നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാടധികം നന്ദിയെല്ലാം അറിയിക്കുന്നു. യൂഫോറിയ സീരീസിന്റെ 3ാമത്തെ സീസന്റെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് 2026 സീരീസ് സ്ട്രീമിംഗ് എല്ലാം ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.